കാശിത്തുമ്പയുടെ പൂക്കളെ കാണുമ്പോഴേ എനിക്ക് എൻ്റെ പണ്ടത്തെ കാലം ഓർമ്മ വരും. എൻ്റെ കുട്ടിക്കാലം, എൻ്റെ കൗമാരം, എൻ്റെ യൗവനം, ആ കാലങ്ങൾ എനിക്ക് കൂടുതലും എൻ്റെ ആ ബാല്യകാലം എനിക്ക് ഓടി വരും. പണ്ട് എല്ലാ വീടുകളിലും ചെടികളുണ്ടായിരുന്നു. ആ ചെടികളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ വീട്ടിൽ പല നിറങ്ങളിലുണ്ടായിരുന്നത് ഈ കാശിത്തുമ്പയായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഒരിടത്തുനിന്ന് എനിക്ക് കിട്ടിയതാണ്. ഞാൻ അതിനെ കൊണ്ടുവന്ന് വിത്തായിരുന്നു കൊണ്ടുവന്ന് നട്ടു പൊടിച്ചു. ഇപ്പോൾ പൂക്കൾ തന്ന് എന്നെ സ്നേഹിക്കുകയാണ്, എന്നെ സന്തോഷിപ്പിക്കുകയാണ്. അതുപോലെ നെസ്റ്റോൾജിയ അല്ലേ, ഗ്രഹാതുരത്വം ഉണ്ടാക്കുന്ന ഒരു പൂവാണ് ഇത്. ഈ വാടാമുല്ല ചെടികളും കാണുമ്പോൾ എനിക്കെൻ്റെ ഗ്രഹാതുരത്വം ഓടി വരും. എൻ്റെ ആ കുട്ടിക്കാലം, ആ കളിച്ച് നടന്ന കാലം, ആ സ്കൂൾ ജീവിതം. ശരിക്കും നമ്മളിപ്പം വലിയ വലിയ സങ്കടങ്ങളുണ്ടായാലും ആ സങ്കടങ്ങളൊക്കെ മായ്ക്കാൻ നമ്മൾ ആ പഴയകാല ഓർമ്മകൾ നമുക്ക് ഒരുപാട് അയവിറക്കാനുണ്ടായിരിക്കും. അയൽവക്കത്തെ കുട്ടികളുമായിട്ട് കളിക്കാൻ ഒത്തിരി സമയമുണ്ടായിരുന്നു. ഇന്നത്തെ നമുക്ക് കളിക്കാൻ പോലും സമയമില്ല. രാവിലെ സ്കൂള്, ട്യൂഷൻ, മദ്രസ, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് അവർക്കുള്ളത്. അതിനിടയിൽ അവർക്ക് എവിടെയാണ് സമയം അല്ലേ കളിക്കാൻ? എവിടെയാണ് അവർക്ക് അവരുടെ സ്വകാര്യതകൾ പറയാൻ? അയൽവക്കത്തെ കൂട്ടുകാർ എത്ര പേരുണ്ടെന്ന്, സ്കൂളിലുള്ള കൂട്ടുകാരല്ലാതെ. ശരിക്കും തൻ്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് നോക്കാൻ പോലും അവർക്ക് സമയം ഉണ്ടാകത്തില്ല. അപ്പുറത്തെ വീട്ടിലെ മാമിയും ഇപ്പുറത്തെ വീട്ടിലെ ഉമ്മച്ചിയും തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുന്നത് പോലും ഉണ്ടാകത്തില്ല കുട്ടികൾ. എല്ലാവരും നെട്ടോട്ടത്തിലാണ്, എല്ലാവരും ജോലിക്ക് പോകുന്നു. അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉമ്മയും പാപ്പയും ഒക്കെ ജോലി ചെയ്താലേ വീട് കഴിഞ്ഞ് പോകാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷേ കുട്ടികളുടെ ആ നല്ല കാലങ്ങൾ, അവരുടെ നല്ല ഓർമ്മകൾ, അതൊക്കെ അവർക്ക് നഷ്ടപ്പെടുകയാണ്. അവർക്ക് ഒന്നീ പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ ട്യൂഷന് പോകണം, അല്ലെങ്കിൽ മദ്രസയിൽ പോകണം, അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ ഡാൻസ് പഠിക്കാൻ പോകണം. അവർക്ക് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളാണ്. അതിനിടയിൽ അവരുടെ ഒരു മനസ്സൊന്ന് റിലാക്സ് ചെയ്യുന്ന തരത്തിലുള്ള ശരിക്കും അയൽവക്കക്കാരുമായിട്ടുള്ള ഒരു സഹകരണം, ആ അയൽവക്കത്തെ ഇവിടുത്തെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ തമ്മിലുള്ള കളികൾ, കൊഞ്ചലുകൾ, അവരുടെ കാര്യങ്ങൾ, ഐഡിയാസുകൾ, ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത്. ശരിക്കും അയൽവക്ക വീട്ടുകളിലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു മനസ്സിന് വലിയ ആരോഗ്യം നൽകുന്ന ഒരു കാര്യമാണ് ഒരു കാലത്ത്. പക്ഷെ ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എനിക്കങ്ങനെ തോന്നുന്നു. നമ്മുടെ നാടിനെ നിരീക്ഷിച്ചപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പൂന്തോട്ടത്തിൽ കൂടുതലും പൂക്കളോടുള്ള കിന്നാരം പറയാൻ കൂടുതലും പണ്ടത്തെ ചെടികളാണ് ഞാൻ കൂടുതൽ നട്ടുപിടിപ്പിക്കുന്നത്. കാര്യം എന്തെന്നറിയോ? അവരെ കാണുമ്പോൾ പഴയകാല ഓർമ്മകൾ നമ്മളെ മാടി വിളിക്കും. ആ ഓർമ്മകളിലേക്ക് ഉളിയിട്ട് ആ നദീതീരത്ത് ഒന്നിങ്ങനെ ഇരിക്കാൻ കൊതി തോന്നും. ആ പഴയകാലമായ ആ സമുദ്രത്തിൽ, അല്ലെങ്കിൽ ആ പഴയകാലമായ ആ നദിയിലൊന്ന് കുമിളയിട്ട് നീന്തി തുടിക്കാൻ കൊതി തോന്നും. അത്രയും സുന്ദരമാണ് ഈ പൂക്കൾ. പണ്ട് മേരിഗോൾഡ്, ഈ ജമന്തി എന്ന് പറയുന്ന ഈ പൂക്കളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു വീടുകളിൽ. എല്ലാ വീടുകളിലും പണ്ട് പൂക്കളുണ്ടായിരുന്നു. പൂക്കളില്ലാത്ത വീടുകളില്ലായിരുന്നു. അവിടെയെല്ലാം അതുപോലെ ആ വസന്തം പോലെ സന്തോഷമുണ്ടായിരുന്നു. ആ ഒരു വസന്തകാലമായിരുന്നു ഇന്ന് എല്ലായിടത്തും. പക്ഷേ ഇന്നത്തെ മക്കൾക്ക് അതെന്താണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യുക? അവരെല്ലാം സ്വാർത്ഥരായി മാറും. അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? അല്ലെ എൻ്റെ ചിന്തകൾ മാത്രമാണോ? എനിക്കറിയില്ല. വയലാർ രവി പറഞ്ഞതുപോലെ, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ. അതുപോലെ ഞാനും പറയുകയാണ്, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ. നോവുന്ന ആത്മാവിനെ വീണ്ടും വീണ്ടും വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ഞാനും ഒന്ന് പറഞ്ഞോട്ടെ, അത് റിപ്പീറ്റ് ചെയ്ത്. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. ഓക്കേ.